بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. شيخ الإسلام മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ ഷഹാദത്ത് ബാത്തിലായി പോകുന്ന, അഥവാ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ എണ്ണി പറയുകയാണ് ഈ കിതാബിൽ. അതിൽ ഒമ്പതാമത്തേതായിട്ട് നമ്മൾ പറഞ്ഞു, ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന ആ ശരീഅത്തിന്റെ നിയമങ്ങൾ ഇന്ന് ചില ആളുകൾക്ക് ബാധകമാവൂല, ചില ആളുകൾക്ക് അത് ഫോളോ ചെയ്യണം എന്നില്ല എന്ന് വിശ്വസിച്ചാൽ അയാൾ കാഫിറാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് നബിയായും റസൂലായും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. നബി കൊണ്ടുവന്ന ശരീഅത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ഇനി ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. അതിൽ നിന്നും ആരും പുറത്തും അല്ല. എന്നാൽ ചില ആളുകൾ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഖിദർ അലൈഹിസ്സലാമിന്റെയും ഒരു സംഭവം പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിച്ച് ചില ആളുകൾക്ക് അങ്ങനെ സാധിക്കും, പ്രശ്നമില്ല, ഏതുപോലെ ഖിദർ നബി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് അനുസരിക്കാതിരുന്നത് പോലെ എന്ന് സ്വയം വ്യാഖ്യാനിച്ച് വാദിച്ചു. പക്ഷെ അവരുടെ വാദം 2 കാരണങ്ങൾ കൊണ്ട് തെറ്റാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അത് വിശദീകരിക്കുകയാണ്. ഈ ഖിദർ അലൈഹിസ്സലാം നബിയാണ്, അദ്ദേഹം വലിയാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും ജംഹൂറിന്റെയും ഭൂരിപക്ഷ പണ്ഡിതാഭിപ്രായം അദ്ദേഹം നബിയായിരുന്നു എന്നതാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല ഉദ്ധരിക്കുന്നതായി കാണാം. മാത്രമല്ല, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി പോവുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ഖിദർ എന്ന വാക്കിനർത്ഥം പച്ച എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീർ പറയുമ്പോൾ ചില സഹാബാക്കളുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം പറയുന്നുണ്ട്. അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിൽ പച്ചപ്പുണ്ടാകുമായിരുന്നു, ഉണങ്ങിയ പുല്ലുകളൊക്കെ പച്ചയാകുമായിരുന്നു. അല്ലാഹു അഅലം, അതുകൊണ്ടാണ് ആ പേര് പറയപ്പെട്ടത് എന്ന്. വലിയാണ് എന്ന് വാദം പറയുന്നവർക്ക് തക്കതായ ദലീലുകളൊന്നുമില്ല ഏത് വലിയാണെന്ന് സ്ഥാപിക്കാൻ. പക്ഷെ അദ്ദേഹം നബിയാണ് എന്നതിന് ദലീലുകൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും, അത് വാദിക്കുന്ന പണ്ഡിതന്മാർക്ക്. അതുകൊണ്ട് നമ്മളും പറയുന്നത് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം നബിമാരിൽപ്പെട്ട ഒരു നബി ആയിരുന്നു എന്നാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളും ദുനിയാവിൽ പൂർണ്ണരല്ല, ഒരാളും പൂർണ്ണരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു ഐബ് അല്ലെങ്കിൽ ഒരു കുറവ് അവരിലുണ്ടാവും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. തങ്ങളെല്ലാ അർത്ഥത്തിലും, അത് ഭൗതികമായിട്ടാണെങ്കിലും അതേപോലെ ആത്മീയമായിട്ടാണെങ്കിലും പൂർണ്ണനാണ്. കാരണം അങ്ങനത്തെ ഒരു ജനതക്കിടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. ഇപ്പൊ ദഅവത്ത് ചെയ്യുന്ന പ്രവാചകനെതിരെ ആ നാട്ടുകാർക്ക് ഉന്നയിക്കാൻ ശാരീരികമായിട്ടാണെങ്കിലും അതല്ല ദീനിയായിട്ടാണെങ്കിലും അപാകതകൾ ഉണ്ടായിക്കൂടാ. കാരണം അതിൽ നിന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ സംശയമില്ല. മാത്രമല്ല, പൈശാചികമായ ചിന്തകളിൽ നിന്നും മുഴുവനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അതല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ ആളുകൾക്കിടയിൽ നിന്നും ഒരു വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്.
അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നൊരു പ്രത്യേക സംരക്ഷണം അള്ളാഹു അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആരായിരിക്കും? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. കാരണം അദ്ദേഹത്തിന്റെ ഈമാനിനെ ഒരച്ച് മഞ്ഞയാക്കിയ മനുഷ്യനാണ്. ഏത്? തങ്കം തിളക്കുന്ന പോലെ, സ്വർണം തിളക്കുന്ന പോലെ ഉരുക്കിയിട്ട് തിളപ്പിച്ച മനുഷ്യനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ താരീഖ് വായിച്ചു നോക്കണം. ചെറുപ്പക്കാർ 20 വയസ്സിന്റെ ഉള്ളിൽ, 18ന്റെയും 20ന്റെയും ഇടയിലുള്ളപ്പോഴാണ് മക്കക്കാരൻ ചെന്ന് ആ കൊടിയ പീഡനം സഹിച്ചത്. ഉമ്മ സുമയ്യാനെ ബാപ്പ യാസറിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നാണ് ഖുറൈശികള് ജീവനോടെ കൊല്ലുന്നത്. അതും തുണിയില്ലാതെ നഗ്നരാക്കി മക്കളുടെ മുന്നിൽ കുഴിച്ചിട്ട്. സുമയ്യാന്റെ അടിവയറ്റിന് കുന്തം കുത്തിയിറക്കാണ് ഈ അമ്മാറിന്റെ മുമ്പിന്ന്. എന്തായിരിക്കും അന്നത്തെ ആ മോന്റെ മാനസികാവസ്ഥ? ആകാശം നോക്കിയിട്ട് നിലവിളിച്ച് കരയും. ചോദിക്കാനും ആളില്ല, സാന്ത്വനിപ്പിക്കാൻ ആളില്ല, സഹതപിക്കാൻ ആളില്ല, ആശ്വസിപ്പിക്കാൻ ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കാ വഴിക്കുടുങ്ങി വരും. എന്നിട്ട് പറയും, സ്വബറൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകും അൽ ജന്ന. നിങ്ങൾ ക്ഷമിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗമാണ്. ഇതായിരുന്നു ആകെയുള്ള ഒരു ആശ്വാസവാക്ക്. അവസാനം അമ്മാർ ഇബ്നു യാസിറിന്റെ അളിയൻ അബ്ദുള്ള അബൂജഹൽ ഒരു മരത്തിൽ കെട്ടിത്തൂക്കി ഈ അമ്മാറിന്റെ മുന്നിൽ നിന്ന് അമ്പെയ്തിട്ട് കൊന്ന് താഴെ ഇട്ടു. പക്ഷെ അനങ്ങിയില്ല. അവസാനം ഇരുമ്പിന്റെ പടച്ചട്ട ചൂടാക്കി അമ്മാറിനെ ധരിപ്പിച്ചു അബൂജഹൽ. അതും പോരാനിട്ട് വാള് ചൂടാക്കി പഴുപ്പിച്ച് നെഞ്ചിലും കഴുത്തിലും കുത്തിയിറക്കി. പച്ച ശരീരത്തിൽ നമ്മൾ എന്താ അറിഞ്ഞിട്ടുള്ള ദീനു വേണ്ടി? എന്ത് പ്രയാസമാ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്? നമ്മളെ ഈമാനിന് എന്ത് പരീക്ഷയാ ഉണ്ടായിട്ടുള്ള? ഒന്നുമില്ല. ഈ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമ, ഇവർക്കൊക്കെ അള്ളാഹു ഏർപ്പാടാക്കിയ ഈമാന്റെ ടെസ്റ്റിന്റെ 100-ൽ 1 എങ്ങാനും നമുക്ക് വന്നാൽ നമ്മൾ വട്ടപൂജ്യത്തിന് തോറ്റു പാളിസായി പോകും. എല്ലാം കഴിഞ്ഞ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു സഹിക്കവട്ടാണ്ട് പറഞ്ഞുപോയി, നിങ്ങൾ പറയും പോലെ തന്നെ ലാത്ത് തന്നെ വലുത്, ഉസ്സ തന്നെ വലുത്, മുഹമ്മദ് കള്ളനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വേദന തിന്നാൻ കഴിയുന്നില്ല. അബൂജഹൽ ഒരു പിരാന്തനെ പോലെ അട്ടഹസിച്ചു, ഊറിച്ചിരിച്ചു. ഉമയ്യത്ത്, ആ അബിസീനിയക്കാരൻ ബിലാലിന്റെ മുന്നിൽ തോറ്റു, ഞാൻ അമ്മാറിന്റെ മുന്നിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അഹങ്കാരി, ധിക്കാരത്തിന്റെ വാക്ക്. അമ്മാർ ഇബ്നു യാസിർ ഓടി ദാറുൽ അർഖമിലേക്ക്, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞു പോയി നബിയെ. തങ്ങളുടെ ചോദ്യം എന്താ അറിയോ? കൈഫ വജദ്ത ഖൽബക്, നീ അങ്ങനെ പറയുമ്പോൾ നിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? യാ റസൂലല്ലാഹ് മുത്മഇന്നൻ ബിൽ ഈമാൻ, എന്റെ മനസ്സിന് ദേഷ്യിട്ട് പോലുമില്ല, ഞാൻ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാവുകൊണ്ട് പറഞ്ഞതാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ആദു ഫഉദ്, അമ്മാരെ ഇനിയും അവർ ഇതേപോലെ ആവർത്തിച്ചാൽ നീയും അതേപോലെ പറഞ്ഞോളി, കാരണം നിന്റെ ഖൽബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്തിട്ടുണ്ട്. ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത്. അതിനുശേഷം കുറെ കാലത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ സഹാബത്തിനോട് പറയാൻ, മാ തദ്രി ഖദ്റ ബഖാഇ ഫീകും, ഇനി എത്ര കാലം നിങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. വഫാത്തിന്റെ സൂചനയാണ്. ഇഖ്തദൗ ബില്ലദൈനി മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള 2 പേരെ നിങ്ങൾ പിൻപറ്റണം, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ. വഹ്തദൗ ബിഹദി അമ്മാർ, സഹാബത്തിനോട് ലാസ്റ്റ് വസിയത്ത് പറയാൻ, അമ്മാറിന്റെ വഴിയെ നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം അമ്മാറിന്റെ ഹദിയ് ഈമാനില കെട്ടിയുള്ള ഹദിയാണ്, അതിന് നിങ്ങൾ ഫോളോ ചെയ്തോളി. വതസദ്ദഖു ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സത്യമാക്കിക്കോളിൻ, അദ്ദേഹം സത്യസന്ധനാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മാറിന്റെ മുലിഅ അമ്മാറുൻ ഈമാനൻ, അമ്മാർ ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു, അമ്മാറിന്റെ കാലിന്റെ പെരുവിരൽ വരെ. ആകാശത്തു നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. ആ ആകാശത്തിലുള്ളവന്റെ മുബല്ലിഗായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്തുനിന്നും സർട്ടിഫിക്കറ്റ് കിട്ടി. ഒരിക്കൽ ബഹുമാനപ്പെട്ട, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഖത്താദ റളിയല്ലാഹു അൻഹു ഷാമിൽ ചെന്നു. ഷാമിൽ ചെന്ന് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തില്, സഹാബാക്കളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നോ ചോദ്യം. ആരോടാൾ പറഞ്ഞു? അബൂദർദ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ പിശാചിന്റെ ഷർറിൽ നിന്ന് കാവൽ നൽകപ്പെട്ടവൻ എന്ന് പറയപ്പെട്ട ആൾ ഇവിടെ ഇല്ലേ? യഅനി അമ്മാറൻ. അമ്മാർ ഇബ്നു യാസിറിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യമാക്കിയത്. അങ്ങനെ കുറെ മനുഷ്യന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. അസ്വർഗത്തിലേക്ക് അവരുടെ പിന്തലമുറക്കാരായി പോവാൻ ആശിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ 7 അയലത്തെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കളവാവൂല, വെറും വാക്കാവൂല. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ല. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും. ഈ തങ്ങളുടെ ഒരു പ്രാവശ്യം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ അല്ലാഹ ലനാ, നമുക്ക് വേണ്ടി അങ്ങേക്ക് അല്ലാഹുവോട് ദുആ ചെയ്തൂടെ, ഒന്ന് സഹായം ചോദിച്ചൂടെ? അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ ധൃതിയാക്കുന്നത്? നിങ്ങളുടെ മുൻപ് വന്നിട്ടുള്ള ആളുകൾ, മുൻകാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ, അവരിൽ ഒരാളെ ബാത്തുലിന്റെ ഷിർക്കിന്റെ ആളുകൾ കുഴി കുഴിച്ചതിൽ അരയോളം കുഴിച്ചു മൂടി ഈർച്ചവാട് കൊണ്ടുവന്ന് തലയുടെ മുകളിൽ നിന്ന് അവരെ ഈർന്ന് 2 പിളർപ്പാക്കി ഇടാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? തൗഹീദിന് വേണ്ടി. നമുക്കൊരു കരിങ്കല്ലിന്റെ ഏറ് കൊണ്ടാൽ മതി. പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിവിയിലും പിന്നെ അത് മാത്രമേ ഉള്ളൂ. ഈർന്നിട്ട് 2 പിളർപ്പാക്കിയിട്ടിടും. ഒറ്റ വിഷയത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ചില ആളുകളെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് ശരീരത്തിലെ എല്ല് കാടുമാറി ഇറച്ചി അവര് വാർന്നെടുക്കുമായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്താ ഈ ധൃതി കാണിക്കുന്നത്? ആരോടാ ഈ പറയുന്നത്? ഖബ്ബാബ് ഇബ്നുൽ അറത്തിനെ പോലത്തെ ഇരുമ്പിന്റെ ദണ്ട് പഴിപ്പിച്ച ഉമ്മു അമ്മാറിന്റെ മുതുകത്ത് കുത്തിയ തോട്ട ദ്വാരം കണ്ട് ഉമർ ഫാറൂഖ് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് നമ്മളടുത്ത് എന്തായിരിക്കും പറയാ? സ്വർഗം ഫ്രീ അല്ല. എൻ്റെ ഉപ്പ എപ്പോഴും പറയുന്നുണ്ട്, മെമ്പർഷിപ്പ് ഉള്ളതിനെ കൊണ്ട് എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. ദീനുണ്ടെങ്കിലേ സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസൂമാണ്, അതാ പറഞ്ഞു വന്നത്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ ആൾക്കാർ വന്നു പറഞ്ഞു, മൂസ, ആരാ ദുനിയാവിൽ നിങ്ങളെക്കാളും വലിയ വേറെ പണ്ഡിതൻ? അദ്ദേഹം പറഞ്ഞു, ആരുമില്ല. അള്ളാഹു പറഞ്ഞു, ഉണ്ട്. യൂശഅ ബിൻ നൂൻ അലൈഹിസ്സലാം, പിന്നീട് അദ്ദേഹം പ്രവാചകനായി. അദ്ദേഹത്തെ ഖാദിമായി കൂട്ടി അള്ളാന്റെ കൽപ്പന പ്രകാരം സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ പോലെ ഏകദേശം 5 പകലും 6 രാത്രിയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്തു. ദീർഘമായ യാത്രയാണ്, ഒരുപാട് ദൂരം പിന്നിട്ടു. മജ്മഉൽ ബഹ്റൈൻ, അവരെ കയ്യിലെടുത്ത ഉണങ്ങിയ മത്സ്യം, അത് ജീവൻ വന്ന് വെള്ളത്തിലേക്ക് ഒഴുകിപ്പോകുന്ന സ്ഥലം ഏതാണോ അവിടെ ആയിരിക്കും നിനക്ക് ഞാൻ കാണേണ്ട ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. ഇത് അള്ളാന്റെ വഹയ്. പക്ഷെ മൂസ നബി അവിടെ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ സമയത്ത് മത്സ്യം വെള്ളത്തിലേക്ക് പോയി. ഇതാണെങ്കിൽ ഖാദിം മറന്നു പോവുകയും ചെയ്തു. അവർ തിരിച്ചു നടന്നു. നടക്കുന്ന വഴിയിൽ മൂസ അലൈഹി സ്വലാം പറഞ്ഞു ഖാദിമിനോട്, നമ്മളെ അത്താഴം, നമ്മുടെ നാസ്ത കൊണ്ടുവരും, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി, വിശക്കുന്നുണ്ട്. അപ്പോഴാ ഖാദിം ഓർത്തത്, ഓ, നമ്മൾ ഉറങ്ങിയ സ്ഥലത്ത് മത്സ്യം വെള്ളത്തിലേക്ക് പോയല്ലോ. അതേ വഴിക്ക് കാൽപ്പാടുകൾ നോക്കി അവർ പിന്നെയും 5 രാത്രികളും 6 പകലും അല്ലെങ്കിൽ നേരെ അക്സ് സഞ്ചരിച്ചു. എത്തുമുണ്ട് ഒരാൾ കടലില് ഒരു മുസല്ല വിരിച്ച്, ഒരു തുണി വിരിച്ച് അവിടെ ഇരിക്കുന്നു. അതായിരുന്നു ഖിദർ അലൈഹിസ്സലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. അദ്ദേഹം ചോദിച്ചു, ആരാണ്? അപ്പൊ നബിമാർക്ക് എന്തറിയില്ല? നബിമാർക്ക് എന്തറിയൂല? ഗൈബ് അറിയൂല. അദ്ദേഹം ചോദിച്ചു, ആരാണ്? ഞാൻ മൂസയാണ്. ഏത് മൂസ? ഇമ്രാന്റെ മകൻ, ഫിർഔന്റെ നാട്ടുകാരൻ. അതെ, ആ മൂസയാണ്. എന്താ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു തന്ന ഇൽമ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അങ്ങയോടൊപ്പം എനിക്ക് യാത്രയാവണം. അത് പറഞ്ഞു, എന്റെ പുറം വന്നിട്ട് കാര്യമില്ല, നമ്മൾ തമ്മിൽ എന്താവൂല, ചേരൂല. കാരണം രണ്ടും 2 ഇൽമാണ്, നമുക്ക് ചേർന്ന് പോകാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞു, ആ ക്ഷമിച്ചോളാം, കൂടെ കൂട്ടി അങ്ങനെ സംഭവങ്ങളൊക്കെ അറിയാം. അതെല്ലാം കഴിഞ്ഞു. ഈ 3 സംഭവത്തിനും കപ്പൽ പൊളിക്കുന്നു, ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നു, ഒരു നാട്ടിൽ ചെന്ന് ഫ്രീ ആയിട്ട് മതിൽ കെട്ടിക്കൊടുക്കുന്നു. 3 സമയത്തും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദേഷ്യം പിടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മൂസ കുറച്ച് ദേഷ്യക്കാരനായി പോയി. അല്ലെങ്കിൽ ഇനിയും അത്ഭുതങ്ങൾ നമുക്ക് ആ യാത്രയിൽ കാണാമായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഖിദർ പറഞ്ഞു അലൈഹിസ്സലാം, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, ഇത് നമ്മൾ തമ്മിലുള്ള വേർപാടിന്റെ സമയമായി, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. കപ്പൽ ഞാൻ പൊളിച്ചത്, ബാക്കിൽ ഒരു രാജാവുണ്ട്, പാവങ്ങളെ കപ്പൽ കൊള്ളയടിക്കാനുള്ള പണി, അത് ഞാൻ ഒരു ന്യൂനത ഉണ്ടാക്കിയത്, ആ ന്യൂനത കാണുമ്പോൾ കപ്പൽ കൊള്ളയടിക്കാൻ രാജാവ് പോയിക്കോളും, അതിനെ കൊണ്ടാണ്. ആ ചെക്കനെ ഞാൻ കൊന്നത് അവന്റെ മാതാപിതാക്കൾക്ക് ഷർറാവാനുള്ള ചാൻസ് ഉണ്ട്. അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, മാതാപിതാക്കൾക്കാണ് വലിയ ഇഷ്ടമാണ്. അപ്പൊ അവന്റെ ആ ഒരു സ്നേഹത്തിന് സ്വാധീനം ചെലുത്തി ഉപ്പയും ഉമ്മയും കുഫറിൽ ശിർക്കിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മോനെ കൊന്നത്, അള്ളാഹു വേറെ പകരം കൊടുത്തേക്കാം. മതില് കെട്ടിയിട്ട് ഞാൻ ഈ പൈസ വാങ്ങാത്തത്, ആ മതിലിന്റെ അപ്പുറത്തൊരു യതീമായ മക്കൾക്കുള്ള സ്വത്ത് അവരുടെ വാപ്പ കുഴിച്ചിട്ടിട്ടുണ്ട്, അത് അവർക്ക് കിട്ടാൻ വേണ്ടി, ഇല്ലെങ്കിൽ മതില് വീണുപോയി മണ്ണിന്റെ അടിയിലായിട്ട് അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു മൂസ, ഇതൊന്നും ഞാൻ എന്റെ വക ചെയ്തതല്ല, ഇതെല്ലാം അള്ളാഹുവിന്റെ വഹയി പ്രകാരം ചെയ്തതാണ്. അങ്ങനെ അവർ പിരിഞ്ഞു. അപ്പൊ ഈ സംഭവം വെച്ചിട്ടാണ് ചില ആളുകൾ, സൂഫികളും ഖുറാഫികളും ഒക്കെ പറയുന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ആ ഒരു മഖാമിലെത്തിയവരാണ്. അതുകൊണ്ട് അവർക്ക് എന്തില്ല, ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ കൊണ്ട് അവർ ഈ ഉദ്ധരിച്ച തെളിവ് തെറ്റാണ്. അതിലൊന്ന്, അന്ന മൂസ ലം യകുൻ മബ്ഊസൻ ഇലൽ ഖിദർ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബൂവത്ത് റിസാലത്ത് ഖിദർ നബിക്ക് ബാധകമായിരുന്നില്ല. കാരണം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിൽപ്പെട്ട ആളല്ല. മൂസ നബി ബനു ഇസ്രായേലിലേക്ക് മാത്രമായിട്ടുള്ള നബിയാണ്. ഖിദറിന് എന്ത് ബാധ്യതയില്ല. ബനു ഇസ്രായേലിന്റെ നബിയായ മൂസ നബിയെ റസൂലിനെ ഫോളോ ചെയ്യണമെന്നത് ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ തെളിവ് ഉദ്ധരിച്ചത് ശരിയല്ല. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസിനും ജിന്നിനും ഖിയാമത്ത് നാൾ വരെ കാഫത്തൻ മുഴുവനുമായിട്ടും നിയോഗിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഓരോരുത്തരും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ കാരണം, അന്നമാ ഫഅലഹുൽ ഖിദർ, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട സംഗതികൾ, അത്ഭുതങ്ങൾ, ലം യകുൻ മുഖാലിഫൻ ലിശരീഅത്തി മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ ശരീഅത്തിന് എതിരായിരുന്നില്ല. മൂസ നബിയുടെ ശരീഅത്തിന് എതിരെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ചില ആളുകൾക്ക് എതിര് പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് മൂസ നബിയുടെ ശരീഅത്തിന് എതിരല്ല. കാരണം മൂസ ലം യകുൻ അലിമൽ അസ്ബാബ് അല്ലതി തുബീഹു ദാലിക്, അത് ചെയ്യാൻ അതിന്റെ പിറകിലുള്ള കാര്യങ്ങളെ പറ്റി മൂസ നബി അറിവില്ലാത്ത ആളായിരുന്നു. പക്ഷെ ആ അറിവ് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഖിദറിന് കൊടുത്തിട്ടുണ്ട്. ആ ഇൽമനുസരിച്ചാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം അത് ചെയ്തത്. അതുകൊണ്ട് മൂസ നബിയുടെ ശരീഅത്തിന് അദ്ദേഹം എതിര് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. അതുകൊണ്ട് തന്നെ ഖിദർ അലൈഹിസ്സലാം മൂസ നബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ മൂസ ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ്, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരമോ എന്റെ അറിവോ വെച്ച് ചെയ്തതല്ല, അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നപ്പോ അതനുസരിച്ച് ചെയ്തതാണ്. അല്ലമനീഹില്ലാഹു ലാ തഅലമുഹു, എനിക്ക് അള്ളാഹു തന്ന ഇൽമാണ്, നിങ്ങൾക്കാണെങ്കിലോ ആ ഇൽമ അള്ളാഹു തന്നിട്ടില്ല, അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ അറിയൂല. വഅൻത ലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ്, എന്നാലോ നിങ്ങൾക്ക് അള്ളാഹു തന്ന ചില ഇൽമുകളുണ്ട്, അല്ലമകഹുല്ലാഹു ലാ അഅലമുഹു, അത് എനിക്കൊട്ട് അറിയുകയും ഇല്ല. അതുകൊണ്ട് ശരീഅത്തിൽ നിന്ന് പുറത്തായിട്ട് ചെയ്തല്ല. ഒന്നുകിൽ ഖിദർ അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് മൂസ നബിയെ നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മൂസ നബിക്ക് കൊടുക്കാത്ത ചില അറിവുകൾ ഖിദർ നബിക്ക് അള്ളാഹു കൊടുത്തു. അത് പിന്നീട് മൂസ നബിക്ക് എന്ത് ചെയ്തു, ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. മൂസ നബി എന്ത് ചെയ്തിട്ടില്ല, അത് കേട്ടപ്പം എതിർത്തിട്ടുമില്ല. അത് അംഗീകരിക്കുകയും മാപ്പ് ചോദിച്ച് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ചുരുക്കത്തിൽ ദുനിയാവിൽ ഒരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശമില്ല. മാറി നിൽക്കുകയോ മാറി നിൽക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അവൻ കഫറ, ഇസ്ലാമിൽ നിന്ന് പുറത്താവും, കാഫിറാവും. എന്നാൽ ചില വ്യക്തികൾക്ക് മാത്രമായി ചില നിയമങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും മുഹമ്മദി ശരീഅത്തിൽ വന്നിട്ടുണ്ട്. അത് ഉലമാക്കൾ ചർച്ച ചെയ്തു. അതിലൊന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് സഹ്ല ബിൻത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ, രണ്ടാൾക്കാരും പിന്നീട് മുസ്ലിമീങ്ങളായി. സുഹൈൽ ഇബ്നു അംർ ഖുറൈശികളുടെ പ്രഭാഷകൻ,
അദ്ദേഹത്തിന്റെ മകൾ സഹ്ല, അബൂ ഹുദൈഫയുടെ ഇബ്നു ഉത്ബ, ഉത്ബയുടെ മകൻ അബൂ ഹുദൈഫയുടെ ഭാര്യ. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ വളർത്തു മകനാണ് സാലിം. അദ്ദേഹം അറിയപ്പെട്ടത് സാലിം മൗല അബി ഹുദൈഫ എന്നാണ്. കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് സ്വന്തം മോനായി മോളായി വളർത്തലിനെ ഇസ്ലാം നിഷേധിച്ചു. ആ നിയമം ഇസ്ലാം റദ്ദ് ചെയ്തു. ഇനി എന്ത് അനുവദനീയമല്ല? ദത്തെടുക്കൽ അനുവദനീയമല്ല. എടുത്താൽ തന്നെ നമ്മളെ ഭാര്യ ആ കുഞ്ഞിന് പാല് കൊടുത്താലേ നമ്മളെ മോനോ മോളോ ആവുള്ളൂ. ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ, ഒരു പെണ്ണ് ദത്തെടുത്തു, ഓക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ല. ആ കുഞ്ഞ് ആണാണെങ്കിൽ വളർന്നു, പെണ്ണാണെങ്കിൽ അവളും വളർന്നു. പ്രായപൂർത്തിയാവനോടുകൂടി ഉമ്മ ഈ ദത്തെടുത്ത പെണ്ണ് ഇവൻ എന്തായി? അജ്നബിയായി, മഹറമാവൂല. പെൺകുട്ടിയാണെങ്കിൽ ഉപ്പ ഈ പെണ്ണിന് അജ്നബിയായി, മോനോ മോളോ ആവൂല. ഈ ഭാര്യ അവൾക്ക് പാല് കൊടുത്താലല്ലാതെ. അതുകൊണ്ട് ദത്ത് സമ്പ്രദായം ഇസ്ലാമിലില്ല. അപ്പൊ പിന്നെ മക്കളില്ലാത്തവർ എന്ത് ചെയ്യണം? സബറോടുകൂടി ജീവിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയതിന് മക്കൾ ഉണ്ടാവേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അയ്യോ, അതാ ഉത്തരം. തവക്കുലാക്കി ചോദിച്ചുകൊണ്ടേ വരകട്ട വേറെ കാര്യം, 4 വരെ ആവാം, പ്രശ്നമൊന്നുമില്ല. എന്നാലും ചോദിച്ചുകൊണ്ടേ. നമ്മളെ ഈമാനാണത്. കാരണം അള്ളാഹ്ക്ക് സബബുകൾ ആവശ്യമില്ല. അണ്ടം, ബീജം, മതി, ഇത് ഒന്നും അള്ളാഹ്ക്ക് വിഷയമേ അല്ല. 2 ആൾക്കാരെ സൃഷ്ടിച്ച് അള്ളാഹു നമുക്ക് അങ്ങനെ കാണിച്ചു തന്നു. ഒന്ന് ആദം, ഉമ്മയുമില്ല ഉപ്പയുമില്ല. മറ്റൊന്ന് ഈസ, ഉപ്പയില്ല ഉമ്മയുണ്ട്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസയുടെ ഉപമ അള്ളാഹുവിന്റെ അടുക്കൽ ആദമിനെ പോലെയാണ്. ഇങ്ങനെ തരാൻ ഞാൻ കഴിവുള്ളവനാണ് എന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരാശ എന്ന് പറയുന്ന സംഗതിയെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി വയസ്സ് 90 ആയാലോ? സബബ് മറ്റേ കൊറോണന്റെ ഇൻജക്ഷൻ ചെയ്തിട്ട് എല്ലാം പോയി. അങ്ങനെ പല ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പല ആൾക്കാർക്കും പോയിട്ടുണ്ട്. എന്നാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിരാശ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമാണ് നമ്മുടെ ആ വിഷയത്തില്. നിരാശ എന്ന് പറയുന്ന സംഗതിയെ ഉണ്ടായില്ല. ചോദിച്ച് അവസാനം സാറ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ വരികയാണ്. സാറ വീട്ടിന്റെ വാതിൽക്കൽ നിൽപ്പുണ്ട്, ഇബ്രാഹിം ഇവിടെ ഇരിക്കുന്നുണ്ട്. മലക്കുകൾ മനുഷ്യകോലത്തിലാണല്ലോ വരിക. അതുകൊണ്ട് സാറാക്ക് മനസ്സിലാവില്ല ധാരായി വരുന്നത്. ഇബ്രാഹിം നബിക്ക് മനസ്സിലാവും. അവര് വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം, ഒരു കുഞ്ഞിനെ സാറ ബിഗുലാമിൻ ഹലീം, സഹനശീലമുള്ള ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പോവാണ്. ഇത് സാറ കേട്ടു. സക്കത്ത് വജ്ഹഹ, സാറ മുഖത്ത് 2 അടി. എന്നിട്ട് പറയാൻ, അജൂസുൻ അഖീം, ഒരു കളവനും ഒരു മച്ചിയും. മച്ചിതല്ല പറയാ, വയസ്സായി. ഇബ്രാഹിം നബിക്ക് 80 വയസ്സ് കഴിഞ്ഞു. ഞാനാണെങ്കിൽ പ്രസവിക്കേണ്ട പ്രായം കഴിഞ്ഞില്ല, പ്രസവിക്കൂല. അങ്ങനത്തെ നമുക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നത് നിങ്ങൾ പറയുന്നു. അപ്പൊ അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. മലക്കുകൾ ചോദിച്ചു, ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സാറ നീ അത്ഭുതപ്പെടുകയാണോ? ഇതിന്റെ അപ്പുറത്തുണ്ടാക്കാൻ കഴിവുള്ളവനാണ്. പിന്നെ ഒരു കുഞ്ഞിനെ തരാന്ന് പറഞ്ഞാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് കാണിച്ചു, ആയുർവേദിക്, ഹോമിയോ, പിന്നെ അക്യുപഞ്ചർ, യുനാനി, വയനാട്ടിലെ നാട്ടുവൈദ്യന്മാര്, പിന്നെ ഏതാ മുട്ടത്തൈലം, അല്ലെങ്കിൽ ഫേമസ് തൈലം, അങ്ങനെയുള്ളതെല്ലാം പരിശോധിച്ചു. ആകുന്നേ ഇല്ല. എന്തായിരിക്കണം മാനസികാവസ്ഥ? കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൂഖിനം ബി, കിട്ടുമെന്ന ഉറപ്പോടുകൂടി വേണം ദുആ ചെയ്യാൻ. ഇത് അല്ലാഹു ഒരു കുഞ്ഞിനെ തരണേ. അപ്പൊ മനസ്സിന്ന് എങ്ങനെടാ, കയ്യിലല്ലോ, പോയി, പിന്നെ ദുആ കബൂലാവില്ല. മൂഖിനം ബി, കാരണം ഞാൻ ചോദിക്കുന്ന ആരോടാ? എന്റെ റബ്ബിനോട്, റബ്ബുൽ ആലമീനോടാണ്. ഇതെല്ലാം അതിന്റെ അപ്പുറത്ത് ചെയ്യാൻ കഴിവുള്ളൂ. മറിയം പറഞ്ഞെന്താ അല്ലാഹുവോട്? അന്നാ യകൂനു ലീ ഗുലാം വലം യംസസ്നി ബശർ, എനിക്ക് എങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാവും? എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ട് പോലുമില്ല,
ഖാലു കദാലിക്. അവര് പറഞ്ഞു, അറിയുമേ അതങ്ങനെയാണ്, അള്ളാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നിന്നൊരു വലിയ ദൃഷ്ടാന്തമാക്കാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ്. രാവിലെ ഗർഭിണിയായി വൈകുന്നേരം പ്രസവിച്ചു ഈസ നബിയെ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് പക്ഷെ ആ യഖീൻ ഉണ്ടാവണം, ആ ഉറപ്പുണ്ടാവണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് 80-ാമത്തെ വയസ്സിലാണ് പിന്നെ ഇസ്ഹാഖിന് അള്ളാഹു കൊടുക്കുന്നത്, 90-ാമത്തെ വയസ്സിൽ. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ നിരാശരാകാൻ പാടില്ല, ദത്തെടുക്കുന്നവർ പാടില്ല. എടുത്താൽ തന്നെ നമ്മുടെ ഭാര്യ, അപ്പൊ നമ്മളെ ഭാര്യക്ക് അഥവാ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പാലെങ്ങനെ ഉണ്ടാവും? പാല് വരും. ഡോക്ടർമാർ നമ്മൾക്ക് പഠിച്ചു, ഡോക്ടർമാർ പറഞ്ഞു പാല് ഒരു പെണ്ണിന് വരാൻ അവള് പ്രസവിക്കണമെന്നില്ല. ആ കുഞ്ഞ് വെറുതെ പിന്നെ പെണ്ണിന്റെ മുലക്കണ്ണി ചപ്പിക്കൊണ്ടിരുന്നാൽ അള്ളാഹു അതിലൂടെ ആ കുഞ്ഞിലുള്ള വെള്ളം വരുത്തും. അതാണ് സയൻസ് ഇപ്പൊ പറയുന്നത്, അങ്ങനെയാണ്, അള്ളാന്റെ തർത്തീബാണ്, അത് വരും. സഹില സാലിമിനെ ദത്തെടുത്തതാണ്. വളരെ ചെറുപ്പത്തിൽ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞിനെ പോലെ, സ്വന്തം മോനെ പോലെ വളർത്തി വലുതാക്കി. അങ്ങനെ വലുതായി കഴിഞ്ഞപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത്, അവരെ ഉമ്മമാർ ആരെയാവുള്ളൂ? പ്രസവിച്ചവൾക്കേ ഉമ്മ എന്ന് പറയാൻ പറ്റൂ. ഉപ്പയിലേക്ക് മക്കള് ചേർത്ത് വിളിക്കാവും. അതുകൊണ്ട് നമ്മളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോഴേക്ക് എന്ത് പേര് മാറ്റിക്കൂടാ? മാപ്പിളുടെ പേര്. അത് വളരെ എന്തിനിപ്പോ നാണക്കേട്, തെറ്റായ സമ്പ്രദായമാണ് മാപ്പിളുടെ പേര് ചേർക്കല്. ഒറ്റ വാക്കിലെ ബന്ധേ ഉള്ളൂ, ഉപ്പാന്റെ ബന്ധം ചോരബന്ധാണ്. മരിക്കുന്നവരെ ഉപ്പയിലേക്കേ ചേർത്ത് വിളിക്കപ്പെടാവൂ മക്കൾ. ഈ ആയത്ത് വന്നപ്പോഴേക്കും സഹലാക്ക് ടെൻഷനായി. കാരണം അബൂ ഹുദൈഫ പക്കാ സഹാബിയാണ്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം സാലിം പുറക്കേക്ക് വരുമ്പം അബൂ ഹുദൈഫക്ക് ഒരു ഇഷ്ടക്കേട്. ഇതുവരെ മോനെ പോലെ കണ്ടതാണ്, പക്ഷെ ഇപ്പൊ അടുക്കളയിലേക്ക് വരുമ്പം ഭാര്യയെ സാലിം കാണുമ്പം സാലിമിന് ഉമ്മാനെ പോലെയാണ്. എന്നാൽ അബൂ ഹുദൈഫക്ക് ഒരു വിഷമം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളപ്പോൾ സഹല വന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പ്രശ്നമുണ്ട്. എന്താ സഹല? എനിക്ക് സാലിമിനെ മോനെ പോലെ കാണാൻ പറ്റുള്ളൂ, പക്ഷെ ഞാൻ അങ്ങനെ നോക്കുമ്പോഴും കാണുമ്പോഴും അബൂ ഹുദൈഫക്ക് അത് ഇഷ്ടാകുന്നില്ല. അബൂ ഹുദൈഫന്റെ മുഖത്തൊരു വെറുപ്പ് ഞാൻ കാണുന്നു. എന്ത് ചെയ്യും? റസൂൽ ഒറ്റ വാക്ക്, നീ മുന്നോടുത്താൽ മതി. സഹല ചോദിച്ചു, യാ റസൂലല്ലാഹ്, സാലിമിന് മീശ വന്ന ചെറുപ്പക്കാരനാണ്. നബി ചിരിച്ചു എന്ന് പറഞ്ഞു, അതെനിക്കറിയാം. ഈ ഹദീസിനെയാണ് ഹദീസ് നിഷേധികൾ കളിയാക്കുന്നത്. ഈ മുസ്തഫ, ഒരു CH മുസ്തഫയില്ലേ ഇപ്പോഴത്തെ പുതിയ ചേകന്നൂര്, ഓനും ഈ ഹദീസിനെ വല്ലാണ്ട് കളിയാക്കുന്നുണ്ട്. പങ്കൾ കളിയാക്കാനൊന്നുമില്ല. വർഷങ്ങളായി ഹദീസിന്റെ ഉലമാക്കള് കണ്ടും പഠിച്ചും പഠിപ്പിച്ചും വന്ന ഹദീസ് തന്നെയാ, അല്ലാണ്ട് 2025 പൊട്ടിപ്പൊളിച്ച ഹദീസൊന്നുമല്ല ഇത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹല ഒരു പാത്രത്തിൽ പാല് പിഴിഞ്ഞ് സാലിബിന് കുടിക്കാൻ കൊടുത്തു. അപ്പൊ ചോദിച്ചു, അപ്പൊ സഹലക്ക് അന്നേരം എങ്ങനെയാ പാലുണ്ടായത്? സഹലക്ക് ആ സമയത്ത് വേറെ കുഞ്ഞുണ്ടായിട്ടുണ്ടാവും. അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കല് ചരിത്രത്തില്. സഹലക്ക് ആ സമയത്ത് കുഞ്ഞുണ്ടായിട്ടുണ്ടാവും പാല് കൊടുക്കുന്ന പ്രായത്തിൽ. അതുകൊണ്ട് പാല് പിഴിഞ്ഞ് സാലിബിനെ കുടിപ്പിച്ചു, മോനാക്കി. പക്ഷെ ഈ വിധി, ഈ ഹുക്മ, നിയമം, അത് ആ സന്ദർഭത്തിൽ സഹലക്കും സാലിമിനും മാത്രമായിട്ട് അല്ലാഹു അനുവദിച്ചു കൊടുത്തതാണ്. ഇനി ഈ കാലത്ത് അങ്ങനെ നല്ല ചെറുപ്പക്കാരനാണ്, നീ എന്റെ മോനായിക്കൂടാ, അപ്പൊ എങ്ങനെ കുറച്ച് പാൽ കുടിച്ചാൽ പറഞ്ഞാൽ? കാരണം അന്ന് സുഹൈലിനെ സഹല സാലിമിനെ കുടിപ്പിച്ചിട്ടുണ്ട്. ദീൻ തമാശക്കുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ സഹലക്കും സാലിമിനും മാത്രമായി അള്ളാഹു അവതരിപ്പിച്ച നിയമമാണ്. അതിനും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, എന്നാൽ ഒരാൾക്ക് ഇതേ സഹലയുടെയും സാലിമിന്റെയും പോലത്തെ ഒരു ചുറ്റുപാട് വന്നു പെട്ടുപോയാൽ അവർക്കും ഈ നിയമം ബാധകമാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരാളെ മാത്രം പ്രത്യേകമാക്കിയിട്ടുള്ള നിയമം അള്ളാഹു പാസാക്കൂല. അത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുപോയാൽ ഒരു വരാൻ ചാൻസ് ഇല്ല. കാരണം നിയമം വന്നല്ലോ, ദത്തെടുക്കാൻ പാടില്ല, എന്ന് വരാൻ ചാൻസ് ഇല്ല. ആ കാലത്ത് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഗ്രാമത്തിലോ ഏതെങ്കിലും മക്കത്ത് വെളിയിലുള്ള ദേശത്തോ ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ
അവർക്കും എന്ത് ചെയ്യാം, ആ നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യാം എന്നർത്ഥം. മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി, അദ്ദേഹത്തിന്റെ പേര് അബൂ ബർദ റളിയല്ലാഹു അൻഹു, പെരുന്നാളിന്റെ അന്ന് ഉദ്ഹിയ്യത്ത് നിസ്കാരത്തിന് മുമ്പേ നടത്തും. അതിനുശേഷം ഉദ്ഹിയ്യത്തിന്റെ സമയമാവുള്ളൂ. ഇദ്ദേഹം ദൂരെ പോകാനുണ്ടാവും, സ്കെച്ച് വിട്ട് പുറക്കേക്ക് പോകുമ്പോൾ കുറെ ദൂരം ഉണ്ടാവും. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് ബന്ധുക്കൾക്കെല്ലാം പെട്ടെന്ന് ഇറച്ചു കൊടുക്കാൻ വേണ്ടി നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ അറുത്തു. പള്ളിയിൽ വന്നു, മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഉദ്ഹിയ്യയായിട്ട് കൂട്ടൂല, അതൊരു സുന്നത്തായ അറവായിട്ടേ കൂട്ടുള്ളൂ. പക്ഷെ നീ വേണമെങ്കിൽ പകരം ഒന്നിനെ അറുത്തോളൂ. കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് പെട്ടുപോയത് അറിവില്ലായ്മ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലൈസ ഇൻദി ഇല്ലാ ജസഅത്തുൻ ഹിയ ഖൈറുൻ മിൻ മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ ഉളിയത്തിന്റെ വയസ്സ് പൂർത്തിയായ മൃഗം, ആണാണെങ്കിലും ഒട്ടകാണെങ്കിലും പശു, എന്താണോ അറക്കുന്നത്, എത്രയാണോ വയസ്സ്, ആ വയസ്സ് പൂർണ്ണമായതിനെ അറക്കേണ്ടത് മുസന്ന. അതിനെ അദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് അറുത്തത്. ഇനി എന്റെ കൈമേലുള്ളത് ജസഅയാണ്, വയസ്സ് പൂർത്തിയായില്ല. പക്ഷെ എന്റെ കൈമേലുള്ള ഇപ്പം ജസഅ, വയസ്സ് പൂർത്തിയാവാത്ത ഈ മൃഗം നേരത്തെ അറുത്തതിനേക്കാളും എത്രയോ ബെറ്ററാണ്, കാണാനും കോലത്തിലും ഇറച്ചിയിലും തടിയിലും വണ്ണത്തിലും ഒക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അൽഹാ മകാനഹാ, നേരത്തെ പകരം നീ ആക്കിക്കോളൂ. വലൻ തജ്സി അൻ അഹദിൻ ബഅദക്, നിനക്ക് ശേഷം ഇതിരിവാക്കും ബാധകവുമല്ല. അപ്പൊ അദ്ദേഹത്തിന് മാത്രമായി ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു നിയമം പറഞ്ഞു കൊടുത്തു. അത് ആ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ശരീഅത്തിന്റെ ഒരു നിയമവും ഒരാൾക്ക് പ്രത്യേകമായിട്ട് ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയില്ല. എല്ലാവരും ഒരേപോലെ ആ വിഷയത്തിൽ ബാധകമാണ്. ഇനി ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് പുറത്തുള്ളവരുണ്ട്. അതാരാണ്? സി എം മടവൂരിനെ പോലെ മരിച്ച ആൾക്കാർ. എന്താ കാര്യം? മനസ്സിലായില്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ മുഖല്ലഫല്ല, അവർ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. മാനസിക രോഗി, ഭ്രാന്തനാണെങ്കിൽ സി എം മടവൂർ നമുക്ക് കുറ്റം പറഞ്ഞ കാര്യമില്ല, നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാനും പാടില്ല. മാനസിക രോഗമായിരുന്നു, അയാളുടെ മറ്റുള്ള മുറിപ്പിച്ചിട്ടുണ്ട്, നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ട്, സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, സിഗരറ്റ് വെച്ചിട്ടുണ്ട്, ഉണ്ടാവാം. കാരണം ബോധത്തിലല്ല. അവര് തന്നെ എഴുതിയ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മരിക്കാനുള്ള ആ സമയത്ത് ബോധമില്ല എന്നാണ്, മാനസികമായി ഭ്രാന്തായി മാറിയിട്ടുണ്ട് എന്നാണ്. അതിന് ഒരു ഓമനപ്പേര് വെച്ചതാണ് ജദ്ബിന്റെ ഹാലിലുള്ള വലിയ, ജദ്ബിന്റെ ഹാലിലുള്ള വലിയ, അല്ലാഹുമായി കൂടുതൽ അടുത്ത് ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങിയ മഹാനുഭാവൻ. അങ്ങനെയാണെങ്കിൽ ആരാ ഭ്രാന്തൻ ആവണ്ടേ ശരിക്കും? മഅദല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാളും പിന്നെ ബന്ധമൊന്നും വല്ലാർക്കില്ലല്ലോ അള്ളാഹിനോട്. അതൊക്കെ ഓമനപ്പേരിട്ടിട്ട് എന്താക്കുക, പിന്നെ ആൾക്കാരെ പറ്റിക്കാനുള്ള കെട്ടിച്ചമക്കലാണ്. അപ്പൊ അവരെന്തല്ല, ശരീഅത്തിന്റെ ഒരു നിയമവും അവർക്ക് ബാധകമല്ല. അവർ ദുനിയാവിൽ എന്ത് ചെയ്താലും അവരുടെ കിതാബ് പൂട്ടപ്പെട്ടതാണ്. റുഫിഅൽ അഖ്ലാം, മലക്കുകൾക്ക് ആ പേന ആ പേപ്പറിലേക്ക് താഴ്ത്തൂല. അവരങ്ങനെ ജീവിച്ചങ്ങനെ മരിക്കും. നാളെ ആഖിറത്തിൽ ബാക്കി അള്ളാഹു അവർക്ക് ഖൈറുകൾ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഒമ്പതാമത്തെ നാഖിദായി ശൈഖുൽ ഇസ്ലാം പറഞ്ഞു തന്നത്. ഖാലൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, വൽ ആശിർ, പത്താമത്തെ കാര്യം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസാനത്തെ കാര്യം, അൽ ഇഅറാദു അൻ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിനോടൊരു നെവർ മൈൻഡ് മനോഭാവം കാണിക്കുകയാണ്. ഇഅറാദ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറംതിരിയുക. എന്തിന് മലയാളത്തിൽ പറയാം? അവഗണിക്കുക, അള്ളാഹിന്റെ ദീനിനെ അവഗണിക്കുക. ലാ യതഅല്ലമുഹു, പഠിക്കാനും മെനക്കെടുന്നില്ല. വലാ യഅമലു ബിഹി, അമൽ ചെയ്യാനും മെനക്കെടുന്നില്ല. പഠിക്കാനോ അമൽ ചെയ്യാനോ താല്പര്യമില്ല, എന്നാലോ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. ഓ മുസ്ലിം അല്ല. വദ്ദലീൽ ഖൗലുഹു തആല, തെളിവ് അള്ളാഹുവിന്റെ വാക്കാണ്, ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. അവനെ വിളിച്ച പേരാണ് മുജ്രിം. വമൻ അദ്ലം, ആരാണ് ഏറ്റവും വലിയ അക്രമി? ആരേക്കാൾ? മിമ്മൻ, ഒരുത്തനേക്കാൾ. ദുഃഖിറ ബിആയാതി റബ്ബി, അവന്റെ റബ്ബിന്റെ ആയത്തുകൾ അവന്റെ മുന്നിൽ പറയപ്പെട്ടു.
സുമ്മ അഅറദ അൻഹാ, പക്ഷെ അവൻ അതിനെ അവഗണിച്ചു. ഓനേക്കാളും വലിയ അക്രമി ആരുണ്ട് എന്ന് പറഞ്ഞ് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഇന്നാ, തീർച്ചയായും നാം, മിനൽ മുജ്രിമീൻ, ഇതേപോലത്തെ തോന്നിവാസികളെ, മുൻതഖിമൂൻ, മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാണ്. ആ ശിക്ഷ നരകമാണ്. അതുകൊണ്ട് ഈ ഇറാദ് വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേട്ടോളൂ. യൻഖസിമുൽ ഇറാദു അൻ ദീനില്ലാഹി ഇലാ ഖിസ്മൈൻ, ദീനിനെ അവഗണിക്കുക എന്ന് പറയുന്നത് രണ്ട് വിഭാഗമുണ്ട്. അൽ അവ്വൽ, ഒന്നാമത്തത്, ഇതേതാ ആയത്ത്? നമ്മളിപ്പോ ഏത് സൂറത്താ? സജദ. നമ്മൾ വെള്ളിയാഴ്ച രാവിലെ വന്ന സൂറത്ത്. അൽ ഇറാദു അൻ അസ്ലിദ്ദീൻ, ഒന്ന് ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിനോടുള്ള അവഗണന. അല്ലദീ യകൂനു ബിഹി മുസ്ലിമ, ഏതൊന്നുകൊണ്ടാണോ അവൻ മുസ്ലിം ആവുക, അതാണല്ലോ അസ്ല്, അതിനോട് അവഗണന. അതേതാ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നലെ മടിക്കേരിയിൽ നമ്മളെ പള്ളിക്കാർ ഒരു പ്രഭാഷണം വെച്ചു. നമ്മളെ ഷാഫി സ്വബാഹിയില്ലേ, അയാളെ വന്ന്, കാരണം അയാളെ വിളിക്കാനുള്ള കാരണം ഈ മൗലൂദ്, റാത്തീബ്, അത് ഇത് അതിന്റെ ഒരു ഏരിയ പ്രശ്ന ബാധിത മേഖലയാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ആകുമ്പോ എന്തുണ്ട്, നീട്ടിപ്പാടി മൗലൂദെല്ലാം പാടി റാത്തീബിന്റെ വരികളൊക്കെ പാടിയിട്ടങ്ങ് പറയും. അങ്ങനെ അവന് കൊണ്ടുവന്ന് മടിക്കേരിയിലേക്ക്. നമുക്ക് പെർമിഷൻ കിട്ടിയത് ലഹരിക്ക് എതിരെയുള്ള പരിപാടിക്കാണ്. അപ്പൊ ആദ്യ ഭാഗം അദ്ദേഹം മനോഹരമായിട്ട് ആ വിഷയം പറഞ്ഞു. പിന്നെ അതൊക്കെ ഇങ്ങനെ റാത്തീബിലേക്ക് കടക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ ശത്രുക്കൾ ഓടിക്കൂടി. 21-ാം നൂറ്റാണ്ടിന്റെ കഥയാ പറയുന്നത്. 2025 ഇന്നലെ ഡിസംബർ 16 ഇപ്പോഴും മക്ക ഖുറൈശികളുടെ അതേ സ്വഭാവം. ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, ഖുർആൻ നിങ്ങൾ കേൾക്കരുത്, ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണം, എന്നാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതേ നിലപാടിലാണ്. എന്നിട്ടും നമ്മളെ ആർക്ക് വേണ്ടിയിട്ടാ പൊന്നാക്കാൻ ശ്രമിക്കുന്നു? അതാ നമ്മളെ ടെൻഷൻ. അവർക്ക് അള്ളാനെ കേൾക്കാൻ ഇഷ്ടമല്ല, തൗഹീദ് പറയുന്നത് ഇഷ്ടമല്ല. തൗഹീദ് പറയാൻ വേണ്ടി വന്നവരെ ആക്രമിക്കും. അവർ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ജനങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് തടയും. അവര് പറയും ഇതൊന്നും ശരിയല്ല, മക്കാ മുശ്രിക്ക് അന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിനോടൊപ്പം മൗലിയാക്കൾ ഉണ്ടെങ്കിലേ ഇസ്ലാമാവുള്ളൂ. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ താങ്ങിട്ട് നടക്കുന്നു? ഒരു കാര്യമില്ല. അതുകൊണ്ട് ആദർശം തന്നെ 100%. പണ്ട നാസർ മാദിനി പറയുന്ന പോലെ 24 ക്യാരറ്റ് മുസ്ലിം മുവഹിദ്, തൗഹീദിൽ വെള്ളം ചേർക്കുന്നവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. എന്നാലോ ഫിഖ്ഹി മസലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളാവാം, ഇഖ്തിലാഫാത്തുകളാവാം, ഇജ്തിഹാദുകളാവാം. തൗഹീദ് പോയോ ഓ മുസ്ലിമല്ല, അവൻ മുസ്ലിമല്ല. നിസ്കാരം, നോമ്പ്, നിസ്കാരച്ചടമ്പ്, മിന്ന തലയിക്കെട്ട്, തസ്ബീഹ് മാല, കന്തൂറ, വെളുവള വെളുത്ത വസ്ത്രം, എപ്പോ നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാത്രി 3 മണിക്ക് വിളിച്ചാൽ 30 നിസ്കാരത്തിനുണ്ടാവും. ഉറങ്ങൽ കുറച്ച് സമയമുള്ളൂ. എല്ലാ ദിവസവും നോമ്പ്, പിന്നെന്താണ് കൊല്ലം ഹജ്ജ്, പിന്നെന്താ സക്കാത്ത്, സ്വതക്കാത്ത്. ഇത് ഒരു കാര്യമില്ല. മുസ്ലിമായിട്ട് പോലും അല്ലാഹു പരിഗണിക്കുന്നില്ല. പിന്നല്ലേ എപ്പോ അമലിന് പരിഗണിക്കട്ടെ? അയാളെ മുസ്ലിമായിട്ടൊന്നും പരിഗണിക്കുന്നില്ല. അവൻ അള്ളാഹുവിന്റെ പകരം, അല്ലെങ്കിൽ അള്ളാഹിനെ പോലെ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പങ്കാളിയായി അള്ളാഹു അല്ലാത്തവനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഷെയ്ഖിനോ ഗ്രാൻഡ് മുഫ്തിയോ അല്ലെങ്കിൽ ഇന്ത്യൻ മുഫ്തിയോ ആരായാലും അള്ളല്ലാത്തവനെ വിളിക്കുന്നുണ്ടോ അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിനക്ക് സംശയമുണ്ടോ? സംശയത്തിട്ട് അള്ളാഹുക്കാകട്ടെ. എന്നെ കാണണം. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന അടുത്ത തലമുറ അങ്ങനെ മനസ്സിലാക്കണം അവരെ കുറിച്ച്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹ് നജ്ദ് കേന്ദ്രമാക്കി തൗഹീദിന്റെ പ്രബോധനം തുടങ്ങുമ്പോൾ എതിർപക്ഷത്താര ഒരുപറ്റ മാലിന്യങ്ങളാണ്, ഇസ്ലാമിസ്റ്റുകളാണെന്ന് സ്വയം വാദിക്കുകയും എന്നാൽ ശിർക്ക് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത മുശ്രിക്കീങ്ങളായ ചില ആലിമുകളാണ് ശൈഖുൽ ഇസ്ലാമിന്റെ എതിരാളികൾ. മക്കത്തെ മുശ്രിക്കിന്റെ അതേ വാദക്കാർ ഇന്നും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം വ്യക്തികളെ കാഫിറാക്കി ഇത് പറയും, ഇന്നും അതിന്റെ ആൾക്കാർ പ്രസംഗിക്കുന്ന പല പ്രഭാഷകന്മാരും പ്രസംഗിക്കുന്നത് മക്കാ മുശ്രിക്കിന്റെ വാദങ്ങളും ന്യായീകരണങ്ങളുമാണ്.
അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഒരാൾ അവഗണിച്ചാൽ, അതിന് ഡെവലപ്മെന്റ് ആക്കിയാൽ, ലയതഅല്ലമു, അത് പഠിക്കുന്നില്ല, വലാ യഅമലു ബി, അതനുസരിച്ച് അവനും ചെയ്യുന്നില്ല, ഫഹാദാ കുഫ്റുൻ മുഖ്രിജുൻ മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന കുഫറാണ് ആ അവഗണന. വദ്ദലീൽ ഖൗലുഹു തആല, തെളിവ് നമ്മളിപ്പോ പറഞ്ഞ സൂറത്തു സജ്ദയിലെ 22ാമത്തെ ആയത്താണ്. ഫമസലൻ, ശൈഖ് ഉദാഹരണം പറയാൻ, ഫമസലൻ യുഅ്രിദു അനിത് തൗഹീദ്, തൗഹീദിൽ നിന്ന്, തൗഹീദിനെ അവഗണിക്കുന്നവനെ പോലെ, അൻ തഅല്ലുമിഹി വൽ അമലി ബിഹി, അതിനെപ്പറ്റി പഠിക്കാനും തയ്യാറല്ല, അതനുസരിച്ച് അമൽ ചെയ്യാനും തയ്യാറല്ല. മിടക്കിരിക്കാർ ഇന്നലെ പറഞ്ഞ പോലെ, നമുക്ക് കേൾക്കണ്ട, നമ്മളുടെ അടുത്ത് നിങ്ങൾ പറയണ്ട, നമുക്ക് കേൾക്കാനുള്ള ആഗ്രഹവും ഇല്ല, നമ്മൾ റാത്തി ബോധിച്ചിട്ട് പോയിക്കോളും. അതാണ് ഇഅ്റാദ്. തൗഹീദിൽ നിന്നും ഇഅ്റാദ്, അവഗണന, പുറംതിരിയുക. ഔ യുഅ്രിദു അമ്മാ യകൂനുൽ ഇഖ്ലാലു ബിഹി ഇഖ്ലാലൻ ബിദ്ദീൻ, അല്ലെങ്കിൽ തൗഹീദുണ്ട്, പക്ഷേ ദീനിൽ നിന്ന് പുറത്തായി പോകുന്ന മറ്റെന്തെങ്കിലും ഒരു സംഗതിയെ തൊട്ട് അവഗണന കാണിക്കുന്നവനാവുക. ഉദാഹരണത്തിന് കസ്സലാ, 5 നേരത്തെ നിസ്കാരം പോലെ. മുവഹിദാണ്, പക്ഷെ നിസ്കാരം ഇല്ലെങ്കിൽ മൻ തറക الصلاة متعمدا فقد كفر. لا يتعلمها, നിസ്കാരം പഠിക്കുന്നില്ല. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കാരത്തിന്റെ ഫർള് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 9 ഷർത്ത് ബാക്കിന്ന് വരുന്നുണ്ട്, 14 ഫർള്. ഷർത്ത് 9ഉം ഫർള് 14. എന്നാ വുദൂഇന്റെതും, വുദൂഇന്റെ ഷർത്ത് എത്രയുണ്ട്? നവാഖിദ് ഇസ്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിക്കാം. 7 അല്ല, 10 ഷർത്തുകളുണ്ട് വുദൂഇന്. 10 ഷർത്ത്, 6 ഫർള്. ഭൂലം മുറിക്കുന്ന കാര്യങ്ങളോ? ഉറപ്പാ? വളവണ്ണയിലെ ഉലമാക്കൾക്ക് ഇഖ്തിലാഫുണ്ട്. ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി. ശൈഖുൽ ഇസ്ലാമിന്റെ ഒരു കിതാബുണ്ട്, ആ കിതാബിന്റെ പേരെന്താ അറിയോ? ശുറൂത്തു സ്വലാത്തി വഅർകാനുഹാ വവാജിബാതുഹാ. ഇത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യാം. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും നിസ്കാരത്തിന്റെ വാജിബാത്തുകളും. നമ്മൾ മറന്നതായിരിക്കും. ശൈഖുൽ ഇസ്ലാം അങ്ങനെ ഒരു കിതാബ് എഴുതണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? ഇതന്നെ, അതിന്റെ കാരണം ഇതന്നെ. അക്കാലത്ത് ശൈഖുൽ ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച ആളുകളുടെ ആ ദയനീയാവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹം ആ കിതാബ് എഴുതിയത്. ഇന്നൊക്കെ ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഉണ്ടെങ്കിൽ എങ്ങനത്തെ കിതാബ് എഴുതാൻ ശരിക്കും നമ്മൾ പഠിക്കണം. അൽഹംദുലില്ലാഹ്, കൊളവണ്ണക്കാരൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, ക്ലാസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ അധികവും ഇങ്ങനെയല്ല കാണും നമ്മൾ. കാരണം ചില വിഷയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശുവാക്കിയിട്ട് അയാൾ ശരിയില്ല, പഴയ പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് മാറില്ല പതിവ്. ഇതിപ്പോ അൽഹംദുലില്ലാഹ് നിങ്ങൾ ഖുർആനും ഹദീസും ഖാല അല്ലാഹ് വഖാല റസൂൽ, എന്റെ വക ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് എതിർക്കാം, തിരുത്തിത്തരാം. വല്ലാഹി ഞാൻ തിരുത്തും. ഞാൻ 100 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞ സംഗതിയാണെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഇരുന്ന ഇരിപ്പിൽ ഞാൻ തിരുത്തും. ഇനി അതല്ല, ഖാല റസൂലുള്ളാഹി വഖാല റസൂലുള്ളാഹിക്ക് എതിരാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ മരിക്കുന്നവരെ ഞാൻ തിരുത്തൂല്ല, അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരില്ല. അത് പറയാ കാര്യം. നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ എന്ത് ഹാജരാക്കണം? ദലീല് ഹാജരാക്കണം. അതാണ് നമ്മളെ ഉസൂല്. ആരുടെ? സലഫികളുടെ. ഖുറാഫികളുടെയോ തബ്ലീഗിന്റെ ആണെങ്കിലോ അത് നമ്മുടെ നിജാമുദ്ദീൻ മഹാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിനി ക്ലാസ് കഴിഞ്ഞു, ദലീൽ കഴിഞ്ഞു. സലഫികൾ അങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്. നമ്മൾ ഇവിടുത്തെ ക്ലാസ് എത്ര ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന് അറിയോ? ഒരു കാദിയാനി എനിക്കറിയാം. ഒരു കാദിയാനി ഫാമിലിയിൽപ്പെട്ട ഒരാൾ നമ്മുടെ അഖീദ ക്ലാസ് കേട്ട് 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 ഇപ്പൊ അയാള്
അയാളുടെ ജ്യേഷ്ഠനെയും അമ്മായിനെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേൾപ്പിച്ചിട്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു പവർ ഉണ്ട്. നമ്മളൊന്നും കാണാത്ത ആളുകൾ. കഴിഞ്ഞ സമ്മേളനത്തിന് കടപ്പുറത്ത് സമ്മേളനത്തിന് പോയപ്പം ഒരു വയസ്സൻ കാക്ക കൈ പിടിച്ചിട്ട് അയാൾ കരയാണ്. എനിക്കും അറിയില്ല, എന്നെ അറിയില്ല, ഇതേപോലെ കണ്ടുപരിച്ചിട്ടുണ്ടാവും യൂട്യൂബിലും മറ്റും. ആ വയസ്സനായ മനുഷ്യൻ കൈ പിടിച്ചിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി, കരയാണ്. കാരണം ഏതോ നാട്ടുകാരൻ എവിടെയോ പ്രസംഗിച്ച ഏതോ ഒന്ന് കേട്ടിട്ട് ഒരു കാര്യം മനസ്സിലാക്കി എന്റെ സന്തോഷത്തിലാ മൂപ്പര് കരയുന്നത്. അങ്ങനെ എത്ര ആൾക്കാരുണ്ടാവും? ആർക്കെല്ലാം ഇതിന്റെ കൂലിയായി? നിങ്ങൾക്കായില്ലേ? നിങ്ങൾ വന്ന് ഇരുതി തരുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നവാഖിദുൽ ഇസ്ലാമിന്റെ 10ാമത്തേത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ ശർത്തും ഫർദും പുള്ളറെന്ന് അറിയിക്കേണ്ടത് ഇപ്പം നാണക്കേടാവും. പുരക്കെന്ന് പറയും ഇപ്പൊ ശർത്തും ഫർദും പഠിക്കുന്നു ചോദിക്കും. മറന്നോന്നെയാണ്. ഇനിയിപ്പോ ഓരോന്ന് പറയുമ്പോ നമുക്ക് എല്ലാം ഓർമ്മ വരും. ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നിപ്പോകും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ചെറിയ കിതാബാണ്. ഇൻഷാ അല്ലാഹ് ഇതിനില്ല. ഇഹ്റാം. അപ്പൊ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു ഗൗരവം കൊടുക്കാതെ ഒരു ഇഹ്റാം ഗവൺമെന്റ് പഠിക്കൂല, അതൊട്ട് ചെയ്യൂല, അതിനെപ്പറ്റി ഒരു ഗുണമില്ല. നോക്കിയേ, വലാ യഅരിഫു ശുറൂതഹാ വഅർകാനഹാ. അതിന്റെ ഷർത്ത് അറിയൂല, അതിന്റെ ഫർദ് അറിയൂല. അങ്ങനത്തെ മനുഷ്യന്മാർ അല്ലാഹു കാക്കട്ടെ. നമ്മള് പഠിക്കാത്തോണ്ടല്ല കേട്ടോ, പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടാത്ത. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനോട് പിന്നെ തശഹുദ് ഒന്ന് ഓതി എന്ന് പറഞ്ഞാൽ ചിലപ്പോ കിട്ടൂല. തശഹുദ് ഇരിക്കേണ്ടി വരും അത് ഓതാണെങ്കിൽ, അല്ലേ? മാഷാ, അതല്ല മാഷാ. എന്നിട്ടും ഓർമ്മയില്ല. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. وذكر الإمام ابن القيم رحمه الله ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അന്നൽ കുഫ്റൽ അക്ബറ ഖംസതു അഖ്സാം. കുഫ്റുൽ അക്ബർ 5 വിഭാഗമാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫർ 5 വിഭാഗമുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് കുഫ്റുൽ ഇഅ്റാം, ഈ പറഞ്ഞ ഈ അവഗണന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഫർ, ഇസ്ലാം എന്ന് പുറത്തായി പോകും. ഹൈതു ഖാൽ, അദ്ദേഹം പറഞ്ഞു, വഅമ്മാ കുഫ്റുൽ ഇഅ്റാം, ഈ അവഗണനയിൽ ഉണ്ടാകുന്ന കുഫർ എന്ന് പറഞ്ഞാൽ ഫഅയ്യുരിദ, അവൻ അവഗണിക്കുക, ബിസംഇഹി, കേൾക്കൂല, കേൾക്കാൻ തീരെ മനസ്സില്ല, വഖൽബിഹി, ഖൽബ് കൊണ്ട് അംഗീകരിക്കാനും തയ്യാറല്ല, അനിൽ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, ലാ യുസദ്ദിഖു, റസൂലുള്ളാഹിനെ സത്യവാക്കുന്നില്ല, വലാ യുകദ്ദിബു, എന്നാ കളവാക്കുന്നുമില്ല, വലാ യുവാലി, എന്നാ അനുസരിക്കുന്നു അതുമില്ല, വലാ യുആദി, എന്നാ ശത്രുതയുമില്ല, വലാ യുസ്ഗാ ഇലാ മാ ജാഅ ബിഹി അൽബത്ത, ഒരിക്കലും ആ ഹദീസ് പറഞ്ഞോർത്ത കേൾക്കൂല. അങ്ങനെ ഒരു തരം ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കഴിക്കും, നമുക്കിതൊന്നും ബാധകമല്ല, ഓനെ നമ്മളെ പട്ടികപ്പെടുത്താൻ പറ്റൂല, അവൻ ഔട്ടാണ്, കുഫറിലാണ്. അല്ലാഹു കാക്കട്ടെ. ഇപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാര് കൂടിക്കൂടി വരിക. കോളേജ് ക്യാമ്പസിന്റെ എല്ലാം അവസ്ഥ എങ്ങനെയാണ്? ഓരോന്നും പറഞ്ഞ് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കി ഇപ്പൊ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. വീട്ടിന്റെ ഉള്ളും ശ്രദ്ധിച്ചാലല്ലാതെ ഒരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കണ്ട ഒരിക്കലും. വീട്ടിന്റെ ഉള്ള് മാഹൗലുണ്ട്. കാരണം മദ്രസയിൽ നിന്ന് സ്കൂൾ നമ്മൾ എത്ര പറഞ്ഞ് ഹൃദയം മുറിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും പുരക്കാൻ മാഹൗലില്ലെങ്കിൽ, അവര് പുറത്തു പോകുമ്പോൾ ആ ചുറ്റുപാടില്ലെങ്കിൽ, അതുകൊണ്ട് തന്നെ MSMന്റെ കുട്ടികൾ, MSMന്റെ പ്രോഗ്രാം നടക്കല്ലേ, കുട്ടികൾ അതുമായിട്ട് എന്തായാലും ബന്ധപ്പെടുത്തണം. ആ മാഹൗലിലും ആ പ്രവർത്തനത്തിലും അതിന്റെ തിരക്കിലും അതിന്റെ ഓട്ടത്തിലും ആ വർത്തമാനത്തിലും അങ്ങനെ പോയി കിട്ടിയാൽ ഒരു ആ കൗമാരം കഴിയുന്നവരെ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. വഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹു പറയാണ് സൂറത്തുൻ നൂർ 47-48 രണ്ടായത്ത്, വയഖൂലൂന, അവർ പറയുന്നു, ആമന്നാ ബില്ലാഹി വബിർ റസൂൽ, അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നു, വഅതഅന, നമ്മൾ എന്ത് ചെയ്യുന്നു? അനുസരിക്കുകയും ചെയ്യുന്നു, സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക്, അതിനുശേഷം ഒരു ടീം അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു, കേൾക്കൂല, അനുസരിക്കൂല, പരിഗണിക്കൂല, ഒന്നുമില്ല. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അല്ലാഹു പറയാണ് അവരാരല്ല? മുഅ്മിനീങ്ങളല്ല. വഇദാ ദുഉ ഇലല്ലാഹി വറസൂലി, ഇനി അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടാലോ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിധി പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടാലോ, ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, ഒരു ടീം അവഗണിച്ചുകൊണ്ട് പിരിഞ്ഞു പോവാണ്. ആ അവഗണനയെ പറ്റി അല്ലാഹു പറഞ്ഞു, വമാ ഹും ബിമുഅ്മിനീൻ,
അവരെ മുഅ്മിനായതിനാൽ പരിഗണിക്കുകയില്ല. ഫനഫൽ ഈമാൻ, അപ്പൊ അല്ലാഹു ഈമാൻ ഇല്ല എന്ന് പറഞ്ഞു. അമ്മൻ തവല്ല അനിൽ അമൽ, പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നതിനെ തൊട്ട് പിന്തിരിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് അവരത് പറയുന്നുണ്ടെങ്കിലും. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഇതാണ്, ദീനിലെ അസ്ലിയായ കാര്യത്തിൽ നിന്ന് അവഗണനയോടുകൂടി ഒരുത്തൻ പിന്മാറിയാൽ അവൻ കാഫിറാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തില് ഈമാൻ ഉണ്ടെന്നവർ പറഞ്ഞു, യഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅന, നമ്മൾ ഈമാൻ ഉള്ളവരാണ്, അനുസരിക്കും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അമലില്ലാത്തവരെയാണ് അല്ലാഹു പുറത്താക്കിയത്. എങ്കിൽ പിന്നെ പറയും ചെയ്യുന്നില്ലെങ്കിലോ നേരത്തെ പുറത്തായ പോലെയാണ്. وقال الإمام ابن القيم رحمه الله تعالى പറഞ്ഞു, ഇന്നൽ അദാബ യുസ്തഹഖു ബിശൈഅൈൻ, ആഖിറത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അൽ ഇഅറാദു അനിൽ ഹുജ്ജ, ഖുർആന്റെയും ഹദീസിന്റെയും നസ്സിൽ നിന്ന് പിന്മാറുന്നത് കൊണ്ടാണ്. ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടിനെയും അവഗണിച്ചതിന്റെ പേരിലാണ് ശിക്ഷ. പിന്നെയോ വഅദമു ഇറാദത്തിൽ ഇൽമി ബിഹാ വമൂജിബിഹാ, അത് അറിയണം, അത് പഠിക്കണം, അല്ലെങ്കിൽ അപകടമാണ് എന്ന് വിചാരിച്ച് അത് പഠിക്കാൻ ശ്രമിക്കാത്തതിന്റെയും പേരിലാണ് ഒരുത്തൻ നാളെ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഈ അവഗണന അപകടകരമാണ്. ഒരു മനുഷ്യനെ കുഫറിലേക്കും നാളെ ആഖിറത്തിലുള്ള വലിയ ശിക്ഷയിലേക്കും തള്ളിവിടുന്ന പ്രധാനപ്പെട്ട സംഗതി ഇഅറാദുൻ അനിദ്ദീൻ, പഠിക്കൂല, അതിനോട് താല്പര്യമില്ല, കേൾക്കൂല, ആ ഒരു മാനസികാവസ്ഥ. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം അൽ ഇഅറാദു അൻ ബഅദി തഫാരീഇദ്ദീൻ, ദീനിന്റെ ഫറഈയായ ചില കാര്യങ്ങളോടുള്ള അവഗണനയാണ്. ഏതുപോലെ, ഒരാള് ദീനിൽ എല്ലാവർക്കും പഠിക്കൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങളെ അവഗണിക്കുന്ന പോലെ. ഉദാഹരണത്തിന് ശൈഖ് പറഞ്ഞു, ഒരാൾക്ക് അനന്തരാവകാശ നിയമങ്ങളെ പറ്റിയുള്ള ഇൽമ് ഒരാൾ പഠിക്കുന്നില്ല, അതിനെപ്പറ്റി ചോദിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, പ്രശ്നമില്ല. കാരണം അയാൾക്ക് അതുണ്ടെങ്കിലേ ഇസ്ലാമാവൂ എന്നില്ല, അത് ഇസ്ലാമിലെ അസ്ലിയായ വിഷയമല്ല. അതല്ലെങ്കിൽ ഒരാള് സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത്, വിത്ർ, തഹജ്ജുദ്, അതേപോലെ തന്നെ തറാവീഹ്, അതിനെ പറ്റിയുള്ള മസല ഇതൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല, പഠിക്കുന്നില്ല, പ്രശ്നമില്ല. അത് ചെയ്യൽ വാജിബ് പോലുമല്ല, പഠിച്ചിട്ടും കുഴപ്പമില്ല. ആ അവഗണനയെ എന്താക്കൂല, ഇസ്ലാം എന്ന് പുറത്താവുന്ന കുഫ്റായ ഇറാദായി പരിഗണിക്കൂല. അതല്ലെങ്കിൽ ഒരാള് കച്ചവടക്കാരനാണ്, കച്ചവടത്തിന്റെ വാജിബാത്തുകളും അതിലെ ഹറാമു ഹലാലും ഒക്കെ പഠിക്കൽ നിർബന്ധമാണ്, പക്ഷെ അവൻ പഠിക്കുന്നില്ല, അതിനെക്കൊണ്ടും കാഫിറാവുമോ? ഇല്ല. പക്ഷെ അവൻ എന്തേ പറയുള്ളൂ, അവൻ പാപിയാണ്. കാരണം അവരുടെ നിർബന്ധമായ ഒരു കാര്യം അവൻ ഇറാദ് ചെയ്തു, അതുകൊണ്ട് പാപിയാണ്. എന്നാൽ അസ്റിൽ ഇറാദ് കാണിച്ചാൽ അവൻ കാഫിറായി വിധിക്കപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ ചെയ്യുന്ന കച്ചവടം ഏതാണോ ആ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കൽ വാജിബാണ് കച്ചവടക്കാരന്. അത് അറിഞ്ഞിരിക്കണം, ഹറാം ഹലാൽ രക്ഷപ്പെടാൻ. ഇനി ഉത്തരവ് പഠിച്ചില്ല, പഠിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും കച്ചവടത്തിൽ ഹറാമ് വരും, ശ്രദ്ധിക്കാൻ പറ്റൂല. അതുകൊണ്ട് അയാൾ എന്താവൂല, കാഫിറാവൂല. മുസ്ലിമന്നെ, മുവഹിദന്നെ, പക്കാ മുഅ്മിനാണ്, പക്ഷെ അവൻ ആസിമാണ്, പാപിയാണ്. കാരണം നിർബന്ധമായ ഒന്നിനെ അവൻ ഒഴിവാക്കി ഇറാദ് ചെയ്തു. അത് ഫറഈയായ വിഷയമാണ്, ഇസ്ലാമിന്റെ അസ്ലല്ല. എന്നാൽ അങ്ങനെയല്ല തൗഹീദിനെ ഒരുത്തൻ അവഗണിച്ചാൽ, അങ്ങനെയല്ല സുന്നത്തിനെ ഒരുത്തൻ അവഗണിച്ചാൽ, അങ്ങനെയല്ല നിസ്കാരത്തെ ഒരുത്തൻ അവഗണിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടണം, ദീനുൽ ഇസ്ലാമിനോട് ഇഷ്ടമുണ്ടാവണം, അസ്ലിയായ തൗഹീദ്, സുന്നത്ത്, ഇമ്മാതിരി കാര്യങ്ങളെ കുറിച്ചുള്ള ഇൽമുണ്ടാക്കണം, അതിന്റെ മസലകൾ പഠിക്കണം, തൗഹീദ് നഷ്ടപ്പെടാതെ സംരക്ഷണ കവചമുണ്ടാക്കുന്ന തരത്തിലുള്ള അറിവ് അതിനെപ്പറ്റി സമ്പാദിക്കണം. സുന്നത്തും അതേപോലെ തന്നെ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അപകടങ്ങളും പഠിക്കണം, കാരണം അതിൽ പെട്ടുപോവാതിരിക്കാൻ. അതാണ് സുരക്ഷിതമായ വഴി. ഒരുത്തനും ഈ വിഷയത്തിൽ നെവർമൈൻഡാണെങ്കിൽ ഇസ്ലാമിന്റെ അനിശ്ചലയാണ്, അല്ലാഹു പെടുത്തൂല. ഇതാണ് 10 ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒളവണ്ണയിലുള്ള മുവഹിദുകൾക്ക് ഞാനിതാ എത്തിച്ചു തന്നിരിക്കുന്നു, എന്റെ ഉത്തരവാദിത്വം പൂർത്തിയായി. ഇനി ശൈഖുൽ ഇസ്ലാം പറയുന്നത് 2 വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് പറയാം. ഒന്ന്, ഈ പറഞ്ഞ 10 കാര്യം
ഒരാള് കാര്യമായിട്ട് തന്നെ പറഞ്ഞു, മനസ്സിലും വാക്കിലും ഒക്കെ കാര്യമായിട്ട് തന്നെ. അല്ലെങ്കിൽ ഒരാള് മനസ്സിലങ്ങനൊന്നുമില്ല, പക്ഷെ പുറമെ പറയുമ്പോൾ ഒരു കളിയാക്കുന്ന പോലെ ഒന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും ദുന്യവിയായ കാര്യത്തിന്റെ മേല് പേടിച്ചിട്ട് ഒപ്പിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തൻ പറഞ്ഞു. ഈ മൂന്ന് പറഞ്ഞവനും കാഫിറാവോ ഇല്ലേ? ഇനിയിപ്പോൾ ചർച്ച വരുന്നുണ്ട്. നാലാമതൊരുത്തരുണ്ട് മുക്ര, നേരത്തെ അമ്മാർ ഇബ്നു യാസിറിനെ പറ്റി പറഞ്ഞ പോലെ. അങ്ങനത്തെ ഒരാൾ. ഈ 4 കൂട്ടക്കാരിൽ ഉള്ളിലും പുറമെയും കാര്യമായിട്ട് പറഞ്ഞവനും കാഫിറാണ്. ഉള്ളിൽ വിശ്വാസമല്ല, ഓക്കെ, പക്ഷെ നാവ് കൊണ്ട് വെറുതെ തമാശക്ക് പറഞ്ഞതാണ്, ഓനും കാഫിറാണ്. പിന്നെ എന്തെങ്കിലും ദുന്യവിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി പറഞ്ഞതാണ്, അവനും കാഫിറാണ്. മുക്രഹ് ഒഴികെ, നിർബന്ധിതൻ, ജീവന് ഭീഷണിയായി, സ്വത്തിന് ഭീഷണിയായി, അങ്ങനെ പറഞ്ഞവൻ ഒഴികെ അവനെ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം തക്ഫീർ. നമ്മളിങ്ങനെ കാഫിർ 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 എന്ന് പറയുന്നില്ലേ, ആരെ കാഫിറാക്കാം, ആര് കാഫിറാക്കാം, എങ്ങനെ ഒരാൾ കാഫിർ എന്ന് പറയാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസലകൾ. അള്ളാഹു കാര്യങ്ങളെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.